ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ARC ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സർവേയിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് കണ്ടത്. പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്. പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ എന്താ നമ്മൾ കണ്ടേ? ഫസ്റ്റ് വൺ പ്രൈമറി ക്ലാസിഫിക്കേഷൻ. പ്രൈമറി ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പ്രൈമറി ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സർവേയിങ്ങിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൂടി നോക്കാനുണ്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. ക്ലാസിഫിക്കേഷൻ. ഓക്കെ, കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൂടി നമുക്ക് നോക്കാം. ശരി, ദേ ഇതായിരുന്നു ഞാൻ സർവേ ചെയ്യാൻ പോകുന്ന എൻ്റെ എർത്ത്. ഇതായിരുന്നു ഞാൻ സർവേ ചെയ്യാൻ പോകുന്ന എൻ്റെ എർത്ത്. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, ഈ എർത്തിൽ ഒരു പോയിൻ്റാണ് എനിക്ക് സർവേ ചെയ്യാനുള്ളത് അല്ലേ? ആ പോയിൻ്റ് വേണമെങ്കിൽ എവിടെയാവാം? എർത്തിൻ്റെ സർഫസിലാവാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ, എർത്തിൻ്റെ സർഫസിന് മുകളിലുള്ള ഒരു പോയിൻ്റ് ആവാം. അവിടെയും ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിനെ എനിക്ക് സർവേ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, ഒന്ന് എർത്ത് സർഫസിൽ, ഒന്ന് മുകളിൽ. അടുത്ത എവിടെ വരും? സർഫസിൻ്റെ ഉള്ളിൽ, അതായത് എർത്തിൻ്റെ ഉള്ളിലുള്ള. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് നമുക്ക് സർവേ ചെയ്യാൻ പോകുന്ന പോയിന്റ് ഭൂമിയുടെ സർഫസിനെ വെച്ചിട്ട് എവിടെയാണ്, സർഫസിലാണോ, മുകളിലാണോ, താഴെയാണോ എന്നുള്ള ആ ഒരു ബേസിസിൽ ഞാൻ ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീൽഡ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീൽഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ്, ഓക്കെ, നമുക്ക് ഈ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ കൊച്ചിലേ മുതൽ പഠിക്കുന്ന 3 ഓപ്ഷനേ ഇവിടെ വരുന്നുള്ളൂ. എവിടെയൊക്കെ? കരയിൽ, ആകാശത്തിൽ, വെള്ളത്തിൽ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവിടെ? കര, ലാൻഡ് സർവേ. ലാൻഡ് സർവേ. ഓക്കെ, ലാൻഡ് സർവേ കരയിൽ. രണ്ടാമത് എവിടെയാ? ഇതിന് താഴെ അല്ലേ, ഭൂമിയുടെ സർഫസിന് താഴെ. സോ അവിടെ ആരാണ്? കരയിൽ, വെള്ളത്തിൽ. വെള്ളത്തിൽ ഹൈഡ്രോഗ്രാഫിക്. ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേ. മൂന്നാമത്തെ എവിടെ? ആകാശത്തിൽ അല്ലേ, ഭൂമിയുടെ സർഫസിന് മുകളിൽ. അതെന്താ? അസ്ട്രോണമിക്കൽ. അസ്ട്രോണമിക്കൽ. അസ്ട്രോണമിക്കൽ സർവേ. ഓക്കെ, ഏതാണ്? ലാൻഡ് സർവേയിങ്, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്, അസ്ട്രോണമിക്കൽ സർവേയിങ്. ഓക്കെ, ഈ 3 നമുക്ക് പഠിക്കാനുള്ളത്. ലാൻഡ് സർവേ എവിടെയാണ്? ഭൂമിയുടെ സർഫസിൽ. ഭൂമിയുടെ സർഫസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ലാൻഡ് സർവേ നടത്തുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. ഭൂമിയുടെ സർഫസിൽ. ഓക്കെ, സർഫസ്. ഭൂമിയുടെ സർഫസിൽ. സർഫസ് ഓഫ് എർത്ത്. ഭൂമിയുടെ സർഫസിലാണ് ഞാൻ ആ പോയിന്റ്, ആ ഭൂമിയുടെ സർഫസിലുള്ള പോയിന്റാണ് എനിക്ക് സർവേ ചെയ്യാനുള്ളതെങ്കിൽ അതിനെന്താണെന്ന് പറയുന്നത്? സർഫസ് ഓഫ് എർത്തിലാണെങ്കിൽ ഞാൻ അതിന് ലാൻഡ് സർവേ എന്ന് പറയുന്നു. ഓക്കെ, താഴെയാണെങ്കിലോ? ബിലോ ദി സർഫസ്. ബിലോ. ബിലോ സർഫസ്. ബിലോ സർഫസ് എന്ന് പറയുന്നത് എവിടെ? മീൻസ് വാട്ടർ. ഇവിടെ ഹൈഡ്രോ മീൻസ് വാട്ടർ. വെള്ളം എന്നല്ലേ ഹൈഡ്രോയുടെ അർത്ഥം? വാട്ടർ. വാട്ടർ ബോഡീസ്. ഓക്കെ, ഇതെന്താ നമ്മൾ ഈ വാട്ടറിൽ നടത്തുന്ന സർവേ എന്ന് പറഞ്ഞാൽ? നോക്കിയേ, നമുക്ക് നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഒത്തിരി സ്ട്രക്ചറുകൾ വെള്ളവുമായി ഡീൽ ചെയ്യുന്നതുണ്ട്. ഓക്കെ, വെള്ളവുമായി ഡീൽ ചെയ്യുന്ന. വെള്ളം മീൻസ് ഫ്ലൂയിഡ്. സാധാരണ നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വെള്ളമാണ്. ഓക്കെ, വെള്ളത്തിന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒത്തിരി സ്ട്രക്ചറുകളുണ്ട്. ഉദാഹരണത്തിന് കനാൽ, ഡാം, ഇതുപോലുള്ള സ്ട്രക്ചറുകൾ വെള്ളത്തിനെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഈ വെള്ളത്തിൻ്റെ കുറച്ച് ക്യാരക്ടറുകൾ നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, വെള്ളത്തിൻ്റെ കുറച്ച് ക്യാരക്ടറായിട്ടുള്ള എന്താ? ഡിസ്ചാർജ്. ഡിസ്ചാർജ് ഇതൊന്നും നമുക്ക് സർവേയിൽ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോകാം നമുക്ക്. ഡിസ്ചാർജ്, വെലോസിറ്റി, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഹൈഡ്രോളിക് സ്ട്രക്ചർ, വെള്ളവുമായി ഡീൽ ചെയ്യുന്ന സ്ട്രക്ചർ, ഹൈഡ്രോളിക് സ്ട്രക്ചറുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റൂ. സോ അതിനായിട്ട് നമ്മൾ നടത്തുന്ന, വെള്ളത്തിൽ നടത്തുന്ന ഒരു നദിയിലോ ഒരു പുഴയിലോ നടത്തുന്ന ആ ഒരു സർവേയിങ്ങിനെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ സർവേ. നിങ്ങൾക്കറിയാം, ആകാശത്തിലുള്ള ഗോളങ്ങൾ. ഓക്കെ, അസ്ട്രോണമിക്കൽ സർവേ. ആ ഗോളങ്ങളെക്കുറിച്ച് നമ്മൾ സർവേ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? അസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എബോവ്
എർത്ത് സർഫസ്. എബോവ് എർത്ത് സർഫസിലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? അസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുന്നു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഫീൽഡ് ഓഫ് സർവേയിങ്ങിന് ഞാൻ എടുക്കുക. ഏതാ? ലാൻഡ് സർവേ. ലാൻഡ് സർവേ. ലാൻഡ് സർവേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരാനുള്ള എന്താ? ഇത് ഭൂമിയുടെ സർഫസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഭൂമിയുടെ സർഫസിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? സർവേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ 3 ആയിട്ട് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പ് കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ സർഫസിൽ സർവേ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പോഗ്രാഫിക്കൽ സർവേ. ടോപ്പോഗ്രാഫിക് സർവേ. രണ്ടെന്ന് പറയുന്നത് എൻജിനീയറിംഗ് സർവേ. മൂന്നെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം എന്താ? ഇമ്പോർട്ടൻ്റ് മീൻസ് ഇത് നമ്മൾ ഇവിടെ മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ കെഡസ്ട്രൽ സർവേ. ഒരു സ്ഥലത്ത് കൂടി നമ്മൾ ഈ പേര് കേൾക്കും, പിന്നെ നമ്മൾ ആ പേരിനെ കേൾക്കത്തില്ല. ഓക്കെ, ശരി. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ടോപ്പോഗ്രാഫിക്കൽ സർവേ. സോ നോക്കിയേ, ടോപ്പോഗ്രഫി. എന്താ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ? ടോപ്പോഗ്രഫി മീൻസ് എർത്ത് സർഫസ് ഫീച്ചർ. എർത്ത് സർഫസിൻ്റെ ഫീച്ചറിനെ പറയുന്നവരാണ് ടോപ്പോഗ്രഫി. നോക്കി, നമ്മൾ പറയും മൂന്നാർ നല്ല ടോപ്പോഗ്രഫിയാണ് അല്ലേ, അവിടെ നല്ല സർഫസ് ആണ്. ഓക്കെ, എർത്ത് സർഫസ് അല്ലെങ്കിൽ എർത്തിൻ്റെ ഫീച്ചേഴ്സ് നല്ലതാണ്, ടോപ്പോഗ്രാഫിക്കൽ. സോ നമ്മൾ ടോപ്പോഗ്രാഫിക്കൽ സർവേയിൽ എന്താ ഡീൽ ചെയ്യുന്നത്? എർത്ത് സർഫസ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. ടോപ്പോഗ്രാഫിക്കൽ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എർത്ത് സർഫസ് ഫീച്ചേഴ്സ് ആണ്. അതിൽ ഏതൊക്കെ എർത്ത് സർഫസ് ഫീച്ചേഴ്സ് ആണ്? ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണാനായിട്ടൊക്കെ പോകില്ലേ, നമ്മൾ നാച്ചുറലിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് പോകില്ലേ. സോ അവിടെ വരുന്ന എല്ലാവരും വരും. എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ഹില്ല് പറയാം, പോണ്ട് പറയാം, പിന്നെ എന്ത് പറയാം? നാച്ചുറലായിട്ട് വരുന്നേ ഹില്ല്, പോണ്ട്, ഫോറസ്റ്റ്, എന്ത് വേണമെങ്കിലും വരാം, റോക്ക്, എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ. ബി, ആർട്ടിഫിഷ്യൽ ഫസ്റ്റ് നാച്ചുറൽ ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് തന്നെയായിരിക്കും? ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെയുണ്ട്? ആർട്ടിഫിഷ്യൽ മീൻസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബിൽഡിങ്സ്, ബ്രിഡ്ജ്, എക്സെട്ര. ഏത് വേണമെങ്കിലും ആവാം. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം ഉണ്ടോ? ടോപ്പോഗ്രാഫിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? എർത്ത് ഫീച്ചേഴ്സാണ് വരുന്നത്. എർത്ത് ഫീച്ചേഴ്സിൽ ആരൊക്കെ വരാം? നാച്ചുറൽ ഫീച്ചേഴ്സും വരാം, ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് വരാം. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ല. ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് പറയുന്നത് ഒരു സർവേയിങ് മെത്തേഡാണ്. അതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിൽ ആ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവേ ചെയ്തെടുക്കുന്നത്. അത്രയും മാത്രം നമ്മൾ തൽക്കാലം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻജിനീയറിംഗ് സർവേ എന്താണെന്ന് അറിയാമല്ലോ. എൻജിനീയറിംഗ് സർവേ ഇസ് ഡൺ ഫോർ എൻജിനീയറിംഗ് പർപ്പസസ്. എൻജിനീയറിംഗ് പർപ്പസസിനായിട്ടാണ് ഞാൻ ഒരു സർവേ നടത്തുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എൻജിനീയറിംഗ് സർവേ എന്ന് പറയാം. ഓക്കെ. നിങ്ങൾ നോക്കിയേ, എന്തെല്ലാം എൻജിനീയറിംഗ് ഫീച്ചേഴ്സിൻ്റെ സർവേ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്താ? നമ്മൾ ഈ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണൂലേ, റോഡിൻ്റെയൊക്കെ സർവേയിങ്, റോഡ്. ഓക്കെ. അതുപോലെ വാട്ടർ സപ്ലൈക്കുള്ളത്, വാട്ടർ സപ്ലൈ, അതിനായിട്ടൊക്കെ നടത്തുന്നത്. എൻജിനീയറിംഗ് ഫീച്ചേഴ്സിനായിട്ട് നടത്തുന്ന സർവേയിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? എൻജിനീയറിംഗ് സർവേയിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? കെഡസ്ട്രൽ സർവേ. എന്താണ് കെഡസ്ട്രൽ സർവേ? കീവേഡ് ഇതാ, ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. ടു ഫിക്സ് ബൗണ്ടറീസ്
ബൗണ്ടറീസ്. ബൗണ്ടറികൾ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ പറയുന്ന പേരാണെന്ത്? കഡസ്ട്രൽ സർവേ. ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്? റവന്യൂ സർവേ. റവന്യൂ സർവേ. ഓക്കെ, നോക്കിയേ, നമുക്ക് ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിന് കുറേ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു സർവേ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? കഡസ്ട്രൽ സർവേ. നമുക്ക് മാത്രമല്ല, സർക്കാരിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ അതിർത്തികൾ നിർണ്ണയിക്കാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കഡസ്ട്രൽ സർവേ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു ഫിക്സ് ബൗണ്ടറീസ്. അതാണെന്ത്? 3 തരത്തിലുള്ള സർവേയിങ്. ഓക്കെ, ഇതാ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീൽഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്. ഫീൽഡ് വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലാൻഡിൽ നടത്താം, എർത്തിൻ്റെ സർഫസിൽ നടത്താം, അല്ലെങ്കിൽ വെള്ളത്തിൽ നടത്താം. ഹൈഡ്രോഗ്രാഫി മീൻസ് വാട്ടർ, വേറൊന്നുമില്ല. ഹൈഡ്രോ മീൻസ് വാട്ടർ. അസ്ട്രോണമിക്കൽ സർവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അസ്ട്രോണമിക്കൽ സർവേ ആകുമ്പോൾ എന്നിട്ട് ഈ ലാൻഡ് സർവേയിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതാ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പോഗ്രാഫിക്കൽ സർവേയിങ്. ടോപ്പോഗ്രഫി എർത്ത് ഫീച്ചേഴ്സ്. സർഫസ്, എർത്തിൻ്റെ സർഫസ് ഫീച്ചേഴ്സിനെ കുറിച്ച് സർവേ ചെയ്യുന്നതാണ് എന്ത്? ടോപ്പോഗ്രാഫിക്കൽ സർവേ. ടോപ്പോഗ്രഫിയിൽ എന്തൊക്കെ വരും? നാച്ചുറലും വരും, ആർട്ടിഫിഷ്യലും വരും. ഓക്കെ, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ. സർവേയിങ്, എഞ്ചിനീയറിംഗ് സർവേ. വളരെ എളുപ്പമുള്ള സാധനം. എന്താ എഞ്ചിനീയറിംഗ് സർവേ? നമ്മുടെ എഞ്ചിനീയറിംഗ് പർപ്പസിനായിട്ട്, സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ എന്തെങ്കിലും ജോലിക്കായിട്ട്, എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമ്മൾ സർവേ നടത്തണമെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? എഞ്ചിനീയറിംഗ് സർവേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഡസ്ട്രൽ സർവേ ടു ഫിക്സ് ജൂറിസ്ഡിക്ഷൻ ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കഡസ്ട്രൽ സർവേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീൽഡ്. ഓക്കെ, ഇനി ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി നമുക്കൊരെണ്ണം പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്. ഇത് നമ്മൾ തൽക്കാലം പഠിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പേരുകളാണ് നമ്മുടെ ഓരോ ചാപ്റ്ററുകൾ. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ നെയിം എഴുതുക. സർവേയിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർവേയിങ് മെത്തേഡിൻ്റെ നെയിം എഴുതുക, പേരെഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ സർവേയിങ് എന്നുകൂടെ എഴുതി കൊടുത്താൽ ഈ ഒരു ക്ലാസിഫിക്കേഷനും കഴിയും. ഉദാഹരണത്തിന് ഞാൻ സർവേ ചെയ്യാനായിട്ട് ഒരു ചെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് ചെയിൻ സർവേയിങ്. ഓക്കെ, സർവേ ചെയ്യാനായിട്ട് ഞാനൊരു കോമ്പസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഏത് വേണമെങ്കിലും ആവാം, കോമ്പസ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് കോമ്പസ് സർവേയിങ്. സർവേ ചെയ്യാനായിട്ട് ഞാനൊരു ടോട്ടൽ സ്റ്റേഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാം, പോകെ പഠിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത് പഠിക്കേണ്ട. ഏത് ഇൻസ്ട്രുമെൻ്റാണോ യൂസ് ചെയ്യുന്നത്, സോ അതിൻ്റെ പേരിൽ ഞാൻ സർവേയിങ് എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏതായിരുന്നു? ടോട്ടൽ സ്റ്റേഷൻ സർവേയിങ്. വേറൊരു മെത്തേഡ് ഉണ്ട്, ഒരു സർവേയിങ് മെത്തേഡിൻ്റെ പേരാണ് എന്ത്? ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ട്രാവേഴ്സ് സർവേയിങ്. ഒന്നുകിൽ നമ്മൾ സർവേയിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എഴുതിയിട്ട് സർവേയിങ് എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ആ സർവേയിങ് മെത്തേഡിൻ്റെ പേര് എഴുതിയിട്ട് നമ്മൾ സർവേയിങ് എന്ന് എഴുതി കൊടുക്കുക. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, തൽക്കാലം നമ്മളത് നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സർവേയിങ്ങിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സർവേ നടത്താൻ പോകുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. അതിന് ഏതൊക്കെ ടൈപ്പ് സർവേ നടത്താം? ഓക്കെ, കുറച്ച് ടൈപ്പ് സർവേ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതാ നോക്കിയാൽ നമ്മൾ ഫീൽഡിലേക്ക് പതുക്കെ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു അറിവില്ലാണ്ട് നമ്മൾ ആ ഫീൽഡിലേക്ക് പോരും. നമുക്കിപ്പോൾ ബേസിക് ആയിട്ടൊരു അറിവുണ്ട് അല്ലേ? ഭൂമിയുടെ ഷേപ്പ് എന്താണെന്നും ഞാൻ ഏത് ടൈപ്പ് സർവേയിങ് ആണ് അവിടെ നടത്താനുള്ളതെന്നൊക്കെ എനിക്ക് ഒരു അറിവുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആ അറിവും വെച്ച് ഫീൽഡിലേക്ക് പതുക്കെ ചെല്ലുകയാണ് സർവേ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ സർവേയറായി തുടങ്ങുകയാണ്. ശരി, നോക്കി, എനിക്കൊരു വസ്തുവുണ്ട്, എങ്ങനെയോ ഉള്ളൊരു വസ്തുവാണ്, ഏതോ ഒരു ഷേപ്പിലുള്ള വസ്തുവാണ്. ഓക്കെ,
ആദ്യമായിട്ട് നമുക്ക് പഠിക്കുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നു അതൊരു റെക്റ്റാങ്കുലാർ ഷേപ്പിലുള്ള വസ്തുവാണ്. റെക്റ്റാങ്കുലാർ ഷേപ്പിലുള്ള ഒരു വസ്തുവാണ് നമുക്കുള്ളത്. ഈ വസ്തുവാണ് എനിക്ക് സർവേ ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ അകത്തൊക്കെ ഇതിനെ കുറേ സബ് ഡിവൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ സബ് ഡിവിഷനൊക്കെ ഉള്ള ഒരു വസ്തുവാണ്. ഈ വസ്തുവാണ് എനിക്ക് സർവേ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇറഗുലർ ഷേപ്പ് തൽക്കാലം വേണ്ട. ഇതാണ് എൻ്റെ വസ്തു, ലാൻഡ്. ഈ ലാൻഡ് എനിക്ക് സർവേ ചെയ്യാനായിട്ട് എന്താ എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടു. നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് സർവേയിങ്. സോ എന്നെ എന്ത് ചെയ്യുന്നു, അതിനായിട്ട് അവിടെ പറഞ്ഞു വിട്ടു. ഓക്കെ, ഇപ്പം എനിക്ക് സർവേയിങ്ങിനെ കുറച്ച് ബേസിക് ആയിട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കെല്ലാം എന്താ മെഷർമെൻറ്റ്, എന്താ സർവേയിങ് മെഷർമെൻ്റ് അല്ലേ. അപ്പോൾ എനിക്കിതിൻ്റെ എല്ലാ മെഷർമെൻറ്റാണ് എടുക്കാനുള്ള. മെഷർമെൻറ്റ് എടുക്കാനായിട്ട് എനിക്ക് എന്താ ഒരു ഇൻസ്ട്രുമെൻറ്റും തന്ന് വിട്ടിട്ടുണ്ട് എന്നെ. ശരി, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ സർവേ ചെയ്യാനായിട്ടൊരു ലാൻഡിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ലാൻഡ്. ശരി, അങ്ങനെ അവിടെ പോയി നിൽക്കുക. നോക്കി, ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഞാനിവിടെ എത്തി. നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴത്തേക്ക് ആദ്യം ഒന്ന് ടെൻഷനാവും. എവിടെ നിന്ന് തുടങ്ങും, എങ്ങോട്ട് ചെയ്യും, അങ്ങനെ ഒരു ടെൻഷനിൽ നമ്മളിവിടെ നിൽക്കുക. ഓക്കെ, നമ്മളെ കയ്യിൽ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പ്രശ്നമില്ല. ശരി, പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നീളം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അളവ് ഒറിജിനലി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മെഷർ ചെയ്യാൻ വിളിച്ച ആളിൻ്റെ കയ്യിൽ ഇതിൻ്റെയൊക്കെ അളവുണ്ട്. ഉദാഹരണത്തിന് ഇതൊരു 50 മീറ്റർ നീളമുള്ള വസ്തുവാണ്. 50 മീറ്റർ നീളമുള്ള വസ്തുവാണ്. അതുപോലെ വീതി ഒരു 25 മീറ്റർ വീതിയുള്ള വസ്തുവാണ്. ഓക്കെ, ഇതാണ് ഞാൻ അളക്കാനായിട്ട് ചെല്ലുന്നത്. ഈ അളക്കാൻ ചെല്ലുന്നത് എനിക്കിതറിയില്ല, എത്ര നീളമുണ്ട് എത്ര വീതി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ ശരിക്കും ഇത് ഈ ഒരു അളവാണ് ഇതിനുള്ളത്. ഞാൻ ഈ അളവുകൾ എടുക്കാനായിട്ട് പോവുക. ഓക്കെ, ശരി, ഞാൻ ഈ അളവെടുക്കാനായിട്ട് പോവുക. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു വസ്തുവാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എൻ്റെ ഫസ്റ്റ് ഓപ്ഷനാണ് എ. ആദ്യം ഞാൻ ചെയ്യാൻ പോണ ഇതാ എ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഞാൻ ചെന്നിട്ട് ഈ ചെറിയ അളവിനെ ആദ്യം എടുത്തു. കാരണം എന്താ, ഞാൻ വിചാരിക്കണം എന്താ, നമ്മളിപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ അളവുകൾ എടുത്തെടുത്ത് എനിക്ക് പോവാം. അപ്പോൾ കുഴപ്പമില്ല. ഇത് മൊത്തത്തിൽ എത്ര 50 മീറ്റർ ഉണ്ടെങ്കിലും ഇത് ചിലപ്പോൾ ഒരു 10 മീറ്ററേ കാണത്തുള്ളൂ, ഇതൊരു 20 മീറ്ററേ കാണത്തുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു, ഓരോ അളവുകളായിട്ട് എടുത്തു. ആദ്യത്തെ അളവ് ഞാൻ എടുത്തു. എന്താ, ആ അളവ് ഒറിജിനലി എത്ര ഉണ്ടായിരുന്നു, ഇത് മൊത്തത്തിൽ 25ആണ്, അത് 50ആണ്. ഒറിജിനലി ഇതൊരു 20 മീറ്റർ ഉണ്ടായിരുന്നു ഒറിജിനലി. ഇതെത്ര ഉണ്ടായിരുന്നു, ഒരു 30 മീറ്റർ ഉണ്ടായിരുന്നു. ഇതൊരു 20 മീറ്റർ, ഇതൊരു 10 മീറ്റർ ആയിരുന്നു ഒറിജിനലി ഉണ്ടായിരുന്നത്. ഈ വരകളാണ് ഈ വരകൾ. ശരി, ഞാൻ എന്ത് ചെയ്തു, ആദ്യം ചെന്നിട്ട് ആ 20ൻ്റെ ചെറിയ അളവെടുത്തു. 20 എടുത്തു. പക്ഷേ ഞാൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, കുറച്ച് തെറ്റ് വന്നുപോയി. സോ ഞാൻ ആ 20 എടുത്തിട്ട് ഞാൻ പറഞ്ഞു അതൊരു 22 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ ഈ ഒരു ലെങ്തിന് ഞാൻ 22 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഞാൻ എടുക്കാനുള്ള ഏതാ, അതും 20 ഉള്ളത്. അതും ഞാൻ എടുത്തിട്ട് പറഞ്ഞു ഇതൊരു 24 മീറ്റർ ഉണ്ട്. വീണ്ടും തെറ്റിപ്പോയി, ആദ്യമായിട്ട് ചെയ്യണല്ലേ. ശരി, ലാസ്റ്റ് എത്രയായിരുന്നു, 10 ആയിരുന്നു എടുക്കാനുള്ളത്. ആ 10 എടുത്തപ്പോഴത്തേക്ക് എത്രയാ, ഒരു 10 എടുത്തപ്പോഴത്തേക്ക് ഒരു 9 ആയിപ്പോയി, തെറ്റിപ്പോയി. ശരി, ഇനി അടുത്തത് ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ പോവാം. ആദ്യം ഞാൻ വെർട്ടിക്കലി എടുത്തു, പിന്നെ ഞാൻ ഹൊറിസോണ്ടലി എടുക്കാൻ പോവാം. ആദ്യത്തെ ഒരു അളവെന്ന് പറയുന്ന ഇത് യഥാർത്ഥത്തിൽ ഒരു 10 മീറ്ററും ഇതെന്ന് പറയുന്ന ഒരു 15 മീറ്ററും ആയിരുന്നു. ഓക്കെ, ആദ്യത്തെ ഞാൻ എടുത്തപ്പോഴത്തേക്ക് എത്രയായി പോയി, ഒരു 14 മീറ്റർ ആയിപ്പോയി. ഓക്കെ, രണ്ടാമത്തെ എടുത്തപ്പോഴത്തേക്ക് ഒരു 13 മീറ്ററും ആയിപ്പോയി.
ഓക്കെ, ശരി. ഇത്രയാണ് അവിടെ സംഭവിച്ചത്. ബാക്കിയൊന്നും ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഞാൻ അതിനെ ഇങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുന്നു. ഇങ്ങനെ കുറച്ച് എററുകൾ സംഭവിച്ചു പോയി. നോക്കിയേ, ടോട്ടൽ. അപ്പം ഞാനിത് എത്രയൊക്കെ എടുത്തിരിക്കുന്നത്? ഇതെന്ന് പറയുന്നത് 9, 24, 22. എത്രയായി? 24, 46, 55 മീറ്റർ ആയിപ്പോയി. ടോട്ടൽ എത്രയായിപ്പോയി? 55 മീറ്റർ ആയിപ്പോയി. ഓക്കെ, ഇതോ 14 + 13, മൊത്തത്തിൽ എത്രയായിപ്പോയി? ഒരു 27 മീറ്റർ ആയിപ്പോയി. ഇത്രയാണ് ആദ്യത്തെ ഒരു കണ്ടീഷനിൽ സംഭവിച്ചത്. അങ്ങനെ ഞാൻ പേടിച്ച് അവിടെ നിന്നിട്ട് കൊച്ചു കൊച്ചു അളവുകളെല്ലാം ആദ്യമേ ഞാൻ എടുത്തു. ഇങ്ങനെ സംഭവിച്ചു. ശരി, ഇനി ഇതാ എൻ്റെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ബി ഓപ്ഷൻ എന്താ? ഞാൻ രാവിലെയാണ് ചെല്ലുന്നത്. ഓക്കെ, രാവിലെ ഒരു വെയിലൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ ചെന്നു, നല്ല എനർജി ആയിട്ട് ചെന്നു. അപ്പോൾ ചെന്ന ഉടനെ ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാം, പാടുള്ള പണി ആദ്യമേ ചെയ്ത് തീർക്കാം, എന്നിട്ട് ഇത്തിരി തളരുമ്പോൾ നമുക്ക് എന്താ ചെറിയ പണികളിലോട്ട് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ പാടെന്ന് മീൻസ് ഏറ്റവും വലിയ അളവുകൾ ഞാൻ ആദ്യം എടുത്തു. ഓക്കെ, ആദ്യം ഏറ്റവും വലിയ 50 ഞാനങ്ങ് അളന്നു. ഓക്കെ, അവിടെ ഞാൻ അളന്നപ്പോഴെന്ത് സംഭവിച്ചു? എനിക്ക് തെറ്റ് സംഭവിച്ചു അല്ലേ? ഇപ്പുറത്ത് ഇവിടെ അളന്നപ്പോഴും എനിക്ക് തെറ്റ് സംഭവിച്ചു. 50 എന്നുള്ളത് ഞാൻ അളന്നെടുത്തപ്പോഴത്തേക്ക് അതൊരു 52 മീറ്റർ ആയിപ്പോയി. 52 മീറ്റർ ആയിപ്പോയി. ആദ്യമേ ഞാൻ വലുതാണ് അളന്നത്. ആദ്യമേ അളന്ന ഏതാ? വലുതാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അകത്തുള്ളതിനെയൊക്കെ ചെയ്തു തുടങ്ങി. ഓക്കെ, ആ 20 ഇവിടെ എത്ര വേണമായിരുന്നു? 20 വേണമായിരുന്നു. 20 ചെയ്തപ്പോൾ വീണ്ടും തെറ്റി. 20 എടുത്തപ്പോഴത്തേക്ക് എനിക്ക് എത്ര തെറ്റിപ്പോയി? നേരത്തെ എടുത്ത പോലെ എത്രയായി പോയി? നേരത്തെ എത്ര ആയി? 20 എടുത്തപ്പോൾ 22 ആയിപ്പോയി. നേരത്തെ 20 എടുത്തപ്പം 22 ആയിപ്പോയി. അതേ തെറ്റ് തന്നെ ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് ഞാൻ ഇവിടെ നിന്ന് എടുത്തു. 22 എന്ന് പറയുന്ന ആദ്യത്തെ അളവ്. ഓക്കെ, അടുത്ത അളവ് ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തത്. എത്ര തെറ്റിയ? 24 അല്ലേ? 24 തെറ്റിപ്പോയി. 24 ആയിപ്പോയി. ശരിക്കും അത് എത്ര ഉണ്ടായിരുന്നേ? 20 ആയിരുന്നു ഉണ്ടായിരുന്നേ, പക്ഷെ തെറ്റിപ്പോയി. നോക്കിയ മൂന്നാമത്തെ അളവിലാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. മൂന്നാമത്തെ അളവ് നമ്മൾ എടുക്കണോ? വേണ്ട. കാരണം എന്താ? ആദ്യമേ ഞാൻ ഈ ടോട്ടൽ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ മൂന്നാമത്തെ അളവ് ഞാൻ എടുക്കണ്ട, അതെനിക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് എത്ര നീളം ഉണ്ടായിരിക്കും? ഞാൻ ഈ തെറ്റ് ചളന്നതുകൊണ്ട് 24, 44, 46, 6 മീറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? മീറ്റർ ആയിരിക്കും. ഈ അളവ് ഞാൻ അളക്കാതെ എനിക്ക് കിട്ടിയതാണ്. അതാണ് നമ്മളവിടെ മനസ്സിലാക്കാനുള്ളത്. നോക്കിയേ, ആദ്യത്തെ അളവ് വലിയ അളവ് ഞാൻ എടുത്തപ്പോൾ, എന്നിട്ട് ചെറുതെല്ലാം അളന്ന് വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ അളവ് ഞാൻ അളക്കാതെ എടുത്ത അളവാണ്. ഈ സെയിം കൺസെപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് യൂസ് ചെയ്തു. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു? വലിയ അളവ് എടുത്തു. വലിയ അളവ് എത്രയായിരുന്നു? 25 ഉണ്ടായിരുന്നത്. അത് ഞാൻ എടുത്തപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. എത്രയായിപ്പോയി? ഒരു 24 ആയിപ്പോയി. 24 ആയിപ്പോയി. ഓക്കെ, 24 ആയിപ്പോയി. ശരി, ഇനി എന്ത് ചെയ്തു? ഞാൻ രണ്ടാമത് ഈ അളവെടുത്തു. ഈ അളവ് എത്ര നേരത്തെ തെറ്റിയെടുത്ത്? ഇപ്പോഴും ഞാൻ അതേ തെറ്റ് തന്നെ ആവർത്തിച്ചു. 14 മീറ്റർ. ഈ അളവ്, രണ്ടാമത്തെ അളവ് ഞാൻ അളക്കണ്ട, ഓട്ടോമാറ്റിക്കലി എനിക്ക് കിട്ടും. എത്രയുണ്ട്? 10 മീറ്റർ ആണുള്ളത്. നോക്കിയേ, ഇവിടെ രണ്ടിടത്തും സംഭവിച്ച ഡിഫറൻസുകൾ നമുക്കൊന്ന് നോക്കാം, ചെറുതായിട്ടൊന്ന് നോക്കാം. ഇതാ നോക്കിയേ, ആദ്യം ഒരു തെറ്റ് സംഭവിച്ചു, രണ്ടാമതൊരു തെറ്റ് സംഭവിച്ചു, മൂന്നാമതൊരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റുകളെല്ലാം കൂടി ഈ വലിയ ഫിഗറിൻ്റെ മൊത്തത്തിലുള്ള അളവിൽ ഒരു തെറ്റായിട്ട് മാറി. ഓക്കെ, എന്ത് സംഭവിച്ചു? ഓരോ തെറ്റും ആ ശരിക്കുള്ള വലിയ ഫിഗറിൻ്റെ മൊത്തത്തിലുള്ള അളവിലെ വലിയൊരു തെറ്റായിട്ട് മാറി. അതിനെ ഞാൻ എഴുതുന്നു, തെറ്റുകൾ, എററുകൾ അക്യുമുലേറ്റ് ചെയ്തു. ഓരോ എററും അടുത്തതിലേക്ക് ആഡപ്പായി പോയി. അക്യുമുലേറ്റ് ചെയ്തു. എററുകൾ അക്യുമുലേറ്റ് ചെയ്തു.
ഇതാ ഇവിടെ ഒന്ന് നോക്കിയേ, ആദ്യം ഞാൻ വലുതെടുത്തതിലും തെറ്റ് സംഭവിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെറുതുകൾ എടുത്തു. ചെറുതുകൾ എടുത്തെടുത്ത് വന്നപ്പോൾ ഉണ്ടായ തെറ്റ് ഏറ്റവും അവസാനത്തതിലെത്തിയപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചു, ആ ഒരു പോർഷനിൽ കേന്ദ്രീകരിച്ചു. മൊത്തത്തിൽ പിന്നെ അത് വലുതാകുന്നില്ല, ആ ഒരു തെറ്റ് പിന്നീട് വലുതാകുന്നില്ല. ഈ രണ്ട് തെറ്റും ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഫിഗറിൻ്റെ ഒരു എററിനെ വലുതാക്കുന്നില്ല. ആ എറർ എല്ലാം കൂടെ അവസാനത്തെ പോർഷനിൽ വന്നു ലോക്കലൈസ് ചെയ്തു. ഇററുകൾ എന്ത് ചെയ്തു? ഇറേഴ്സ് ആർ ലോക്കലൈസ് ആയി. ഇറേഴ്സ് ആർ ലോക്കലൈസ്ഡ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കിയേ, നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. നോക്കിയേ, എ എന്ന് പറയുന്ന ചെറിയ അളവുകൾ എടുത്ത് വലുതിലേക്ക് പോകാം, വലിയ അളവെടുത്ത് ചെറുതിലേക്ക് വരാം. ഈ രണ്ട് ഓപ്ഷനിലും തെറ്റുകൾ സംഭവിക്കും. പക്ഷേ നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യാനുള്ള? എ ആണോ ബി ആണോ? എയിൽ എന്ത് സംഭവിക്കും? ചെറിയ തെറ്റുകൾ ചേർന്ന് അതിലൊരു വലിയ ഒരു തെറ്റ് തന്നെ ഉണ്ടാവും. നോക്കിയാൽ ഈ ഫിഗർ തന്നെ മൊത്തത്തിൽ അങ്ങ് വലുതായി പോകും. 25 ഉണ്ടായിരുന്ന എത്രയായി പോവും? 27. 50 ഉണ്ടായിരുന്ന എത്രയായി? 55. വലിയ ഒരു തെറ്റ് വന്നുപോയി. ഓക്കെ, ഇവിടെ നോക്കിയേ, ആ തെറ്റുകൾ സംഭവിക്കും, പക്ഷെ ആ തെറ്റുകളെല്ലാം കൂടി ലോക്കലൈസ് ആയി പോകും. അപ്പോൾ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യാനുള്ളത്? ഈ ഒരു ബി എന്ന് പറയുന്ന പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യാനുള്ളത്. സോ ഈ ഒരു പ്രൊസീജിയറിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോയ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റ്യനാണ് PSC സർവേയിങ്ങിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് നമ്മൾ ഒരു ഫീൽഡിൽ പോകുമ്പോൾ സർവേയിങ്ങിൽ യൂസ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ? ഈ ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യാനുള്ളത്. അതിന് പറയുന്ന പേരാണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. PSC എല്ലാ കൊല്ലവും ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഏതാണ്? അത് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. ഹോൾസെയിൽ, മൊത്ത കച്ചവടം അല്ലെ, ഹോൾ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? മൊത്തമായിട്ടുള്ള വലിയ അളവുകൾ എടുക്കുക, അതിനുശേഷം പാർട്ടിലേക്ക് വരിക. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? എററുകൾ ലോക്കലൈസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിളായിട്ട് ഇത് പറയുന്നത്, വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അങ്ങനെ ചെയ്താൽ എററുകൾ ലോക്കലൈസ് ചെയ്യും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇത്. നോക്കിയേ, അപ്പോൾ ചെയ്തു കൂടാത്തത് എന്താണ്? ഒരിക്കലും നിങ്ങൾ ആ ഫീൽഡിൽ പോയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്തു കൂടാത്തത് എന്താണ്? പാർട്ടിൽ നിന്നും ഹോളിലേക്ക് പോകരുത്. സോ ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് വർക്ക് ഫ്രം പാർട്ട് ടു ഹോൾ. നമ്മൾ ഒരിക്കലും പാർട്ടിൽ നിന്ന് ഹോളിലേക്ക് പോകരുത്. വൈ എന്തുകൊണ്ട്? ഇററുകൾ അക്യുമുലേറ്റ് ചെയ്തു പോകും. ആ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇതാണ് സർവേയിങ്ങിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ എന്താണ്? വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കിതാ ഒരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. ഈ പ്രിൻസിപ്പിൾ ഇവിടെ കഴിഞ്ഞു. ഒരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിയേ, എനിക്കൊരു വസ്തു ഉണ്ട്. ഒരു വസ്തു നേരത്തെ പറഞ്ഞതുപോലെ ഇറഗുലർ ഷേപ്പിലുള്ള വസ്തുവാണ്. നമ്മൾ പഠിക്കാനായിട്ട് എളുപ്പത്തിന് എൻ്റെ കയ്യിലുള്ള വസ്തു എന്താണെന്ന് പറയുന്നു? റെക്റ്റാങ്കുലർ വസ്തുവാണെന്ന് പറയുന്നു. ഓക്കെ, വസ്തുവാണെന്ന് പറയുന്നു. എനിക്കെന്തുണ്ട്? എൻ്റെ വസ്തു 50 സെൻറ്റാണ്. ഈ സെൻറ്റ് എന്ന് പറയുന്ന അളവൊന്നും നമ്മൾ സാധാരണ സർവേയിങ്ങിൽ യൂസ് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഒന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. 50 സെൻറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഈ 50 സെൻറ്റിനെ രണ്ടാക്കണം നമുക്ക്. ഓക്കെ, ഉദാഹരണത്തിന് ഞാനിപ്പം കോഴിക്കോട് ARCയിൽ നിൽക്കുകയാണ്. ഓക്കെ, എൻ്റെ വീട്ടിലുള്ള വസ്തുവാണിത്. എൻ്റെ വീടെന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്.
ഓക്കെ, അപ്പോൾ ഈ 50 സെൻറ്റുള്ള വസ്തു രണ്ടാക്കിയിട്ട് ഒരു 30 സെൻറ്റുള്ളൊരു വസ്തു ആക്കണം. 30 സെൻറ്റുള്ളൊരു വസ്തു ആക്കണം. 30 ഒരു 20 സെൻറ്റുള്ളൊരു വസ്തു ആക്കണം. ഓക്കെ, എൻ്റെ വീട്ടിലെ വസ്തുവാണ്. അതിൽ 30 സെൻറ്റുള്ള ഒരു വസ്തു എൻ്റെ ചേട്ടന് കൊടുക്കാനാണ്. ഓക്കെ, ബ്രദറിന് കൊടുക്കാനാണ്. ഇത് എനിക്ക് തരാനാണ്. ഓക്കെ, അപ്പോൾ അവരങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് ഞാൻ എന്തായാലും കോഴിക്കോട് നിൽക്കുക, ഞാനവിടെ ഇല്ല. അപ്പോൾ എങ്ങനെ ഇതിനെ 30ഉം 20ഉം ആക്കണം? അപ്പോഴത്തേക്ക് എന്നെ ഫോൺ വിളിക്കുക, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു വസ്തു നമുക്ക് ഇതാക്കണം, നീ എന്തായാലും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും എംടെക്കും കഴിഞ്ഞിട്ട് നിൽക്കുകയല്ലേ, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ എനിക്കറിയാം ഇതെങ്ങനെ രണ്ടാക്കണമെന്ന്. 30ഉം 50ഉം ആക്കാൻ എന്ത് ചെയ്യണം? ഒരു പോയിൻ്റാണ്, ഏതോ ഒരു പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ ഞാനൊരു അതിർത്തിക്കല്ലിടുകയാണെങ്കിൽ, ഒരു ബൗണ്ടറി ലൈൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി പോയിന്റ് അല്ലെങ്കിൽ ഒരു സർവേ സ്റ്റേഷൻ, അതിലോട്ടൊക്കെ നമുക്ക് പതുക്കെ വരാം, ഒരു അതിർത്തിക്കല്ലിടുകയാണെങ്കിൽ അത് 30, 20 ആവുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ചോദിച്ചത്? എന്നെ ഫോണിൽ വിളിച്ചാൽ ചോദിച്ചേ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എങ്ങനെ? ഫോണിലാണ്. ഞാൻ ഫോണിൽ മറുപടി പറഞ്ഞു കൊടുക്കാൻ പോവുക. ഈ കല്ല് എവിടെ ഇടണം? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ കല്ല് എവിടെ ഇട്ടാൽ ഇത് രണ്ടാവും? എനിക്ക് ആവശ്യത്തിന്, എൻ്റെ ആവശ്യാനുസരണം ഈ ബൗണ്ടറി ഞാൻ എവിടെ ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, വീട്ടിൽ നിന്ന് വിളിച്ച അമ്മയാണ്. ഓക്കെ, അമ്മ എവിടെ ഇരിക്കുക? ഞാൻ ചോദിച്ചു, അമ്മ ഇപ്പോൾ എവിടെ ഇരിക്കുക? അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ വസ്തുവിൻ്റെ ഇടത്തെ കോർണറിൻ്റെ താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, കല്ല് എവിടെ ഇടട്ടെ? ഇതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ബൗണ്ടറി പോയിന്റ് ഞാൻ എവിടെ ഫിക്സ് ചെയ്യണം? നോക്കിയേ, ഞാൻ എങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഈ പോയിന്റ് പറഞ്ഞു കൊടുക്കും? ഈ പോയിന്റ് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എങ്ങനെ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞു കൊടുക്കും? ശരി, ഞാൻ അമ്മയുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരു രീതി ഇതാണ്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടലായി ആ ബൗണ്ടറിയിൽ കൂടി, ഹൊറിസോണ്ടൽ ബൗണ്ടറി ഉണ്ട്, അവിടെ അതിര് കെട്ടിയിട്ടുണ്ട്. സോ ആ ഹൊറിസോണ്ടൽ ബൗണ്ടറിയിൽ കൂടി ഒരു 30 മീറ്റർ നടന്നോ, മുന്നിലേക്ക് നടന്നോ. ഓക്കെ, അമ്മേരയിൽ അത് അളക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ഞാൻ ഫോണിലാണ് ചെയ്ത് കൊടുക്കുന്നത്, അതാ ഓർത്തോളണം. ഫോണിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക, 30 മീറ്റർ അങ്ങോട്ട് നടന്നോ. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നിന്ന് പെർപെൻഡിക്കുലർ അളക്കാനുള്ള ഉപകരണവും അവിടെ ഉണ്ട്. അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കാര്യം ചെയ്യും, ഒരു 20 മീറ്റർ നടക്ക്. ഇപ്പോൾ ഒരു പോയിന്റ് എത്തും, ആ പോയിന്റിൽ കല്ലിട്ടോ. കാരണം എനിക്കറിയാം ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ആദ്യം 30 നടന്നോ, പിന്നെ 20 നടന്നോ, ഇങ്ങനെ കല്ലിട്ടോ. ഓക്കെ, ശരി. ഇതാണ് ഞാൻ ഒരു രീതിയിൽ പറഞ്ഞു കൊടുത്തത്. നെക്സ്റ്റ്, ഇതാണ് ഒരു രീതി. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്ത രീതി. രണ്ടാമത് ഞാൻ പറഞ്ഞു കൊടുത്ത രീതി ഇതാ, നോക്കിയേ. ആ സെയിം വസ്തുവ അമ്മ നിൽക്കുന്ന എവിടെ തന്നെ, ഇവിടെ തന്നെ. എനിക്കിടാനുള്ള പോയിന്റും ഇത് തന്നെയാണ്, കല്ലിടാനുള്ള പോയിന്റും ഇത് തന്നെയാണ്. നോക്കി, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 20 മീറ്റർ മാറി ഇതാ ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 20 മീറ്റർ മാറിയുള്ള പോയിന്റുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, 20 മീറ്റർ മാറിയിട്ടുള്ള. അപ്പം എന്താ, ഇത് എ ആണ്. 20 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും വരാം. നോക്കി, ഇതിൽ എവിടെ വേണമെങ്കിലും 20 മീറ്റർ വരാം. ഇതെല്ലാം എന്താണ്? 20 മീറ്റർ ആണ്. ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, 20 മീറ്റർ. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞത് അവർ ചെയ്തു. ഓക്കെ, രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അതിൻ്റെ നേരെ അപ്പുറത്തെ മൂലയിൽ പോയിന്നോ, ഇതാ ഈ കോർണറിൽ പോയി. ഇവിടെ നിന്ന് ഒരു 35 മീറ്റർ മാറിയിട്ടുള്ള എല്ലാ പോയിന്റും കൺസിഡർ ചെയ്തോ. ഇതാ, അപ്പോൾ എന്ത് ചെയ്തു? ഒരു കോമ്പസ്, ഒരു വലിയ കോമ്പസ് വെച്ചിട്ട് 35 മീറ്ററുള്ള ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ നിന്ന് എത്രയാണ്? 35 മീറ്റർ. അപ്പോൾ രണ്ടും കൂടെ ജോയിനായ ഒരു പോയിന്റ് ഇല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ, അവിടെ കല്ലിട്ടോ. അപ്പോഴും എനിക്ക് ആ പോയിന്റ് കിട്ടി. ശരി, ഇനി വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം.
അതേ വസ്തു അതേ സ്ഥലത്ത് നിൽക്കുന്നു. എനിക്കൊരു പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 30 ഡിഗ്രി കോണളവുള്ള ഒരു വര ഇവിടെ നിന്ന് വരയ്ക്കുക. ഇതോ ഇവിടെ നിന്ന് 30 ഡിഗ്രി കോണളവുള്ള ഒരു വര ഇങ്ങനെ വരയ്ക്കുക. അതെവിടെ വേണമെങ്കിലും ആവാം. ആ വരയിൽ കൂടി എന്ത് ചെയ്യുക? ഒരു 16 മീറ്റർ നടക്കുക. ആ വരയിൽ കൂടി ഒരു 16 മീറ്റർ നടക്കുക. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ? അവിടെ കല്ലിടാം. ഇപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു. ശരി, ഇനി എന്ത് ചെയ്യാം? അതേ വസ്തു അതേ സ്ഥലത്ത് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ? 30 ഡിഗ്രി ഉള്ളൊരു വര ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. 30 ഡിഗ്രി ഉള്ള വര നേരെ അപ്പുറം പോവുക. അപ്പുറത്തെ കോർണറിൽ ബി എന്ന് പറയുന്ന കോർണറിൽ പോവുക. അവിടെ ചെന്നിട്ട് മുകളിൽ നിന്ന് ഒരു 60 ഡിഗ്രി ഉള്ളൊരു വര വരച്ചിടുക. അത് രണ്ടും കൂടെ ജോയിനായ സ്ഥലത്ത് കല്ലിട്ടോ, നമ്മുടെ പ്രശ്നം കഴിയും. 30 20 ആവും. ഓക്കെ, അങ്ങനെയും പറഞ്ഞു. നെക്സ്റ്റ് എന്താ? വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അതേ വസ്തു അതേ സ്ഥലത്ത് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ? ഇവിടെ നിന്ന് 45 ഡിഗ്രി ഉള്ള ഒരു വര വരച്ചിട്ടോ, 45 ഒരു 30 ഡിഗ്രി ഉള്ളൊരു വര വരച്ചിട്ടോ. എന്നിട്ട് നേരെ അപ്പുറം പോവുക, ബിയിൽ പോവുക. അവിടെ നിന്നിട്ട് ഒരു 15 മീറ്റർ ഉള്ള ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്നുകൊണ്ടേ ഒരു 15 മീറ്റർ ഉള്ള ഒരു ആർക്ക്. ഇത് ആർക്ക് എന്ന് പറയുമ്പോൾ ഇത് റേഡിയസ് 15 മീറ്റർ. അപ്പോഴും എനിക്ക് എന്ത് കിട്ടി? ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ കല്ലിടാം. ഓക്കെ, ഇത്രയും രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? ഫോണിൽ കൂടി അല്ലെങ്കിൽ ഫീൽഡിലായാലും ഇത്രയും പ്രൊസീജിയർ മാത്രമേ എനിക്കൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പോയിന്റ് എനിക്ക് ഈ രീതിയിൽ മാത്രമേ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നോക്കാം. ഏതൊക്കെ രീതിയിൽ എനിക്ക് ഫോണിൽ കൂടി എൻ്റെ വീട്ടുകാരെ ഗൈഡ് ചെയ്യാൻ പറ്റും ആ ഒരു പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്? 5 രീതിയിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് താഴേക്ക് വരയ്ക്കാം. രണ്ട് പോയിന്റുകളാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തത്. അതെ, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ പി എന്ന് പറയുന്ന പോയിന്റാണ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എപ്പോഴും ഞാൻ ചെയ്തത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ആദ്യത്തെ പ്രൊസീജിയർ എടുത്തപ്പോൾ ഞാൻ 2 അളവ് പറഞ്ഞു കൊടുത്തു. 2 അളവ്. രണ്ടാമത്തെ പ്രൊസീജിയർ ചെയ്തപ്പോഴും ഞാൻ 2 അളവ് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തത് ചെയ്തപ്പോഴും 2 അളവ് പറഞ്ഞു കൊടുത്തു. 4ാമത് പറഞ്ഞപ്പോഴും 2 അളവ്. ഈ 2 ആംഗിൾ. 5ാമത് ചെയ്തപ്പോഴും ഞാൻ 2 അളവുകൾ പറഞ്ഞു. എനിക്ക് ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 അളവുകളെങ്കിലും വേണം. അതാണ് രണ്ടാമത്തെ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ. എന്താ? ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു 2 റെഫറൻസ് measurements or reference points. Reference measurements. ഓക്കെ, 2 റെഫറൻസ് മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ, ഏതൊക്കെ രീതിയിൽ ചെയ്തെന്നൊന്ന് ക്വിക്കായിട്ട് നമുക്ക് താഴോട്ടൊന്ന് വരയ്ക്കാം. ഫസ്റ്റ് എ എന്നും ബി എന്നും പറയുന്ന എനിക്ക്
നോക്കി, എനിക്ക് 2 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് എ, സെക്കൻഡ് പോയിന്റ് ഈസ് ബി. എനിക്ക് പി എന്ന് പറയുന്ന പോയിന്റിനെ മാർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എപ്പോഴും എന്ത് വേണം? 2 റെഫറൻസ് എങ്കിലും ഉണ്ടാവണം. 2 റെഫറൻസ്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലെങ്തും ഈ ഒരു ലെങ്തും എ ബി, ഈ 2 ലെങ്ത് ഉണ്ടെങ്കിൽ എനിക്ക് പീനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ? എ ബി ലൊക്കേറ്റ് ചെയ്യാനുള്ളത് പി. ഈ ഒരു ലെങ്തും ഈ ഒരു ആംഗിളും, എ എന്ന് പറയുന്ന ലെങ്തും ആൽഫ എന്ന് പറയുന്ന ആംഗിളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തെന്താ? എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത് പി ആണ്. ഓക്കെ, എന്ത് ചെയ്യുക? ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, ഈ 2 ആംഗിൾ ഉണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഏതാ? താഴോട്ട് വരയ്ക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എനിക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? പി ആണ്. ഇതിന് ഒരു ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഏതാ? എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. പീനെ ലൊക്കേറ്റ് ചെയ്യാനായി അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സും അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈയും ഉണ്ടെങ്കിൽ എനിക്ക് കോർഡിനേറ്റ് ആയി എക്സ് വൈ ആയിട്ടും ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ 5 രീതികളിലാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓരോന്നും ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് സർവേയിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിൻ സർവേയിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് തൽക്കാലം കേട്ടിരുന്നാൽ മതി. ഇത് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെ കൂടുതലായിട്ട് പഠിക്കാം. ഇത് ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രാവേഴ്സിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് നമ്മൾ മൈനർ ട്രാവേഴ്സിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് നമ്മൾ ഓഫ് സെറ്റിങ്ങിനായി യൂസ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ഓരോ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. തൽക്കാലം ഇതിനൊന്ന് മാപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓഫ് സെറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ്, ഈ 2 ആംഗിൾ എടുക്കുന്ന മെത്തേഡ് നമ്മൾ ട്രയാങ്കുലേഷനിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ 2 പ്രിൻസിപ്പിൾ ഏതാ? വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടും ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസുമാണ് ഏത്? നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്ങിൽ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കും, എല്ലാ PSC എക്സാമിനും ചോദിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ മീറ്റ് ചെയ്യാം. ARC, the Gate Kochi Hub of Kerala.